നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ കൃപ നൽകിയതിനായി നന്ദി പറയുന്നു. വിവിധ ഭവനങ്ങളിൽ ഞങ്ങൾക്ക് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാനും ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ആരാധനയിൽ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിൻ്റെ മഹത്വം കാണുവാൻ ഇന്നത്തെ ആരാധനയിലൂടെ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന ദേവോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ഞാൻ കീർത്തനങ്ങൾ 25-ാമത്തെ പാട്ട് പാടാം. കീർത്തനം 25. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമീൻ. തൃത്വത്തിന് സ്തുതി. അതിനായി നമുക്ക് 42-ാം പുറത്തുള്ള പ്രത്യേക പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. നിന്റെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെ സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ നിന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. പാപമൊഴികെ സകലത്തിനും ഞങ്ങൾക്ക് തുല്യനായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉറപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനാം ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. സകല സത്യത്തിന് ഞങ്ങളെ വഴിനടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിനക്ക് സകല മഹത്വവും സ്തുതിയും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ.
നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവകാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന അവനോടപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക് ഉള്ളത്. നമുക്കത് സ്ഥാനങ്ങൾ നമ്മളെ തന്നെ വിനയപ്പെടുത്തി സർവശക്തനായ ദൈവത്തോട് നമ്മുടെ കുറവുകളെ വിനയപൂർവ്വം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമീൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവ ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിൻ്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടി അനുകൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ആമീൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ 16-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം കേൾപ്പീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ 19-ാം വാക്യം മുതൽ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവനോടുകൂടി ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ട് എന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതുകളിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനകീർത്തനങ്ങൾ 270-ാമത്തെ പാട്ട് നമുക്ക് പാടാം. കീർത്തനം 270. Oh
നമുക്കായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വചനം ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും നിയോഗങ്ങൾ നൽകുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായ നന്ദിയോടെ സ്തോത്രം. വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് ഞങ്ങളാൽ തന്നെ പ്രാപ്തിയില്ല. നിൻ്റെ പ്രാപ്തി നീ ഞങ്ങൾക്ക് നൽകി നിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിച്ച് നിൻ്റെ നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആദ്യവസാനം തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന അതേ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഈ പരിശുദ്ധമായ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, വിവിധ ഇടങ്ങളിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ രൂപപ്പെട്ടതിന് ശേഷം നമ്മുടെ ആരാധന വളരെ ശുഷ്കമായിട്ടുണ്ട് എങ്കിലും നമ്മുടെ ഉള്ളിലെ വിശ്വാസവും നമ്മുടെ ഉള്ളിലെ ദൈവത്തിനുമായിട്ടുള്ള ബന്ധവും തീഷ്ണതയൊക്കെ നമ്മളെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രത്യേക വിഷയം ദൗത്യ നിർവഹണത്തിനുള്ള ക്രിസ്തുവിൻ്റെ വിളി എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരെ വീണ്ടും അവരെ ഉറപ്പിക്കുകയും വീണ്ടും നിയോഗങ്ങൾ ഏറ്റെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന വലിയ ഒരു സന്ദേശമാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം ഉള്ളത്. ഭയവികലരായിട്ടുള്ള ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്ന ഒരവസരമായിട്ടും ഇതിനെ കാണാൻ കഴിയും. കയ്യും വിലാപ്പുറവും കാണിച്ചതിന് ശേഷം യേശു അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം എന്നാണ് പറയുന്നത്. മുറിവുകൾ ഉള്ള ഒരു കൈയാണ് യേശു ശിഷ്യന്മാരെ കാണിച്ചത്. മുറിവുകൾ എപ്പോഴും അസമാധാനം സൃഷ്ടിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇവിടെ യേശു മുറിഞ്ഞ കരം ഉയർത്തി ശിഷ്യന്മാരെ കാണിച്ചിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും യേശുവിൻ്റെ പ്രവർത്തനങ്ങളും യേശുവിൻ്റെ രീതികളും വ്യത്യസ്തമായ രീതികളാണ്. ഇവിടെയാണ് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ വ്യത്യസ്തതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുറിവുകൾ ശത്രുക്കളെ ഉണ്ടാക്കുന്നതാണെങ്കിൽ മുറിവുകൾ മിത്രങ്ങളെ സൃഷ്ടിക്കുന്നതാണെന്നുള്ള യാഥാർത്ഥ്യവും ഈ വേദഭാഗത്തിലൂടെ നമ്മൾ ഓർപ്പിക്കുകയാണ്. സഹചർക്കും സുഹൃത്തുക്കൾക്കും എന്നിൽ വിശ്വാസം അർപ്പിക്കണമെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി എത്ര വേദന സഹിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും അങ്ങനെയാണല്ലോ. ഞാൻ ഒരാളെ സ്നേഹിക്കുകയും അദ്ദേഹം എന്നിൽ വിശ്വസിക്കുകയും ചെയ്യണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടു, വേദന അനുഭവിച്ചു, സഹനം അനുഭവിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ യേശു മുറിഞ്ഞ കരങ്ങൾ കാണിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വേണ്ടി സഹിച്ച, ഞങ്ങൾക്ക് വേണ്ടി മുറിവേക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി വേദന അനുഭവിച്ച യേശുവാണ്, യേശുവിൻ്റെ കരങ്ങളാണ് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നത്, സമാധാനം നൽകുന്നത്. മുറിവുകൾ അസഹിഷ്ണുതയുടെയാണെങ്കിൽ ഈ മുറിവുകൾ സ്നേഹത്തിൻ്റെ മുറിവുകളായി മാറ്റുന്ന അനുഭവമാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ കൈ ഉയർത്തി യേശുക്രിസ്തുവിൻ്റെ ഈ സമാധാനം നൽകുന്നതിലൂടെയുള്ള നിയോഗങ്ങൾ ലഭിക്കുന്നത്. ഒന്നാമത്, ഇത് ഒരു രണ്ടാമത്തെ ക്രിയേഷനാണ്, സെക്കൻഡ് ക്രിയേഷനാണ്, രണ്ടാമത്തെ സൃഷ്ടിയാണ്. ദൈവം ഭൂമിയിലെ മണ്ണുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ രൂപവും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപമോ ഒക്കെ നൽകിയതിന് ശേഷം ആ മനുഷ്യനിലേക്ക് ജീവശ്വാസം ഊതി എന്നുള്ളതാണ്. അപ്പോൾ അത് ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഭയന്ന് ജീവനില്ലാതിരുന്ന ശിഷ്യന്മാരായ മനുഷ്യരിലേക്ക് യേശുവിൻ്റെ ശ്വാസമൂതി എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങളിലൂടെ അവർ ജീവനുള്ളതായി തീരുന്നു എന്നുള്ളതാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ
യേശു ശിഷ്യന്മാരെ അയക്കുന്നത് പരിശുദ്ധാത്മാവ് ഊതി നൽകിയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാമോദീസയിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. അതോടെ പാപമോചനവും പുതുസൃഷ്ടിയും സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ശിഷ്യന്മാർ സ്വീകരിച്ചത് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള മാമോദീസയാണ്. അതിലൂടെയാണ് പാപമോചനവും പുതുസൃഷ്ടിയും ലഭിച്ചത്. അതുകൊണ്ട് ഒരു പുതിയ ക്രിയേഷൻ, അതിൽ പുതിയ ഒരു സൃഷ്ടി പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയ നിയമത്തിൻ്റെ ശക്തി പ്രാപിക്കുകയായിരുന്നു. ഈ ശക്തി പ്രാപിച്ചപ്പോൾ ഭയന്നിരുന്ന ശിഷ്യന്മാര് വാതിൽ തുറന്നു എന്നുള്ളതാണ്. അടച്ചിട്ട വാതിൽ തുറക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് ലഭിച്ചു. അവർ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. മരണത്തെ ഭയന്നവർ മരണത്തെ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഹേ മരണമേ, അല്ലെങ്കിൽ ഈ മരണത്തെ അതിജീവിക്കുവാനോ മരണത്തെ നേരിൽ കാണുവന്നതിനോ ഒക്കെ അവസരങ്ങൾ ലഭിച്ചപ്പോൾ അതിനെയൊക്കെ മരണത്തിനപ്പുറമായി ജീവന്റെ സന്ദേശത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മരണത്തെ വെല്ലുവിളിക്കുന്ന അവസരങ്ങളായി തീർന്നു. അതുകൊണ്ട് നിങ്ങൾ അവരെ ക്രൂശിച്ചു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഓടിപ്പോയപ്പോൾ, ക്രൂശിൻ്റെ അനുഭവത്തിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ഇന്ന് അവരെ ക്രൂശിക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന അവസരങ്ങളായിട്ട് തീരുകയാണ്. അതുകൊണ്ട് ഈ വേദഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയുടെ, ഒരു പുതിയ ക്രിയേഷൻ്റെ ആരംഭമായിട്ട് കാണാൻ കഴിയും. നഷ്ടപ്പെട്ടു പോയ നിയോഗങ്ങൾ വീണ്ടും പുതുക്കി ഏൽപ്പിച്ചുകൊണ്ട് പുതിയ ഒരു സൃഷ്ടി നടത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്, ഇവിടെ നമ്മൾ ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ ഇതൊരു രണ്ടാമത്തെ സെക്കൻഡ് ലിബറേഷനാണ്, രണ്ടാമത്തെ വിമോചനമാണ്. മോശയുടെ കാലത്തെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചെങ്കിൽ ഇവിടെ യേശു പാപമോചനത്തിൻ്റെ വിടുതൽ നൽകുകയാണ്. സിനഗോഗുകളൊക്കെ പരിശോധിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായം 18, 19 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സിനഗോഗുകളിൽ ശുശ്രൂഷ ചെയ്യുന്ന, അല്ലെങ്കിൽ സിനഗോഗുകളിൽ ശിക്ഷ നടപ്പാക്കിയിരുന്ന അവസരങ്ങളുണ്ടായിരുന്നു. ആ ശിക്ഷ നടപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് കെട്ടുക എന്നുള്ളതാണ്. വിടുതൽ ചെയ്യുന്നതിന് അഴിക്കുക എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ഭൂമിയിൽ കെട്ടപ്പെടുന്നതൊക്കെ അഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അസ്വാതന്ത്ര്യം നിറഞ്ഞ അനുഭവത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുവാൻ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകർക്ക് ദൈവം നിയോഗം കൊടുക്കുകയാണ്. ആരെയെല്ലാം എവിടെല്ലാം കെട്ടപ്പെട്ടിട്ടുണ്ടോ ആ കെട്ടപ്പെട്ടതിനെ അഴിക്കുവാനുള്ള നിയോഗം ഒരു സെക്കൻഡ് ലിബറേഷനായിട്ട്, പുതിയ നിയമത്തിൻ്റെ, പുതിയ അടിമത്വത്തിൻ്റെ വിടുതലായിട്ട് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്ന നിയോഗം അഴിക്കപ്പെടാനുള്ള നിയോഗമാണ്. വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാര് പാവം മോചിച്ചതായിട്ട് പറയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 37-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 37, 38 വാക്യങ്ങൾ, 36, 37 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോട്, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവ് നൽകുമെന്ന നിയോഗമാണ് പറയുന്നത്. യേശുക്രിസ്തു കൊടുത്ത നിയോഗങ്ങൾ അപ്പോസ്തലന്മാരിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 43-ാം വാക്യത്തിലും അതിൻ്റെ സന്ദേശങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, എവിടെല്ലാം കെട്ടപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ടോ, തിന്മശക്തിയുടെ അഭാവങ്ങളുണ്ടോ, അല്ലെങ്കിൽ തിന്മശക്തിയുടെ അനുഭവങ്ങളുണ്ടോ, മനുഷ്യ ജീവിതത്തെ തകർത്ത് കളയുന്ന അനുഭവങ്ങളുണ്ടോ, അതെല്ലാം ഒരു വിപ്ലവത്തിലൂടെ മാത്രമല്ല അതിനെ അഴിക്കപ്പെടേണ്ടത്. അഹിംസയിലൂടെയും സ്നേഹത്തിൻ്റെ വിപ്ലവത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലൂടെയും അഴിക്കപ്പെടുവാനുള്ള നിയോഗം ശിഷ്യന്മാർക്ക് നൽകിയായിരുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ നിയോഗം ഇത് തന്നെയാണ്. എവിടെല്ലാം കെട്ടിട്ടിരിക്കുന്നു, എവിടെല്ലാം അടിമത്തം അനുഭവിക്കുന്നു, അത് മാനസികമായും ശാരീരികമായും ആത്മീയമായും നമുക്ക് ലഭിക്കുന്ന നമ്മുടെ മുൻപിലുള്ള കെട്ടുകളെ അഴിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ എന്നുള്ള വലിയ സന്ദേശം ഈ വേദഭാഗത്തിലൂടെ നമുക്ക് തരികയാണ്. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതൊരു സെക്കൻഡ് കമ്മീഷനിങ് ആണ്, ഒരു നിയോഗമാണ്. ഇവിടെ പറയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാണ് യേശു അവരെ തൻ്റെ ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നത്. അതാണ് ഇന്നത്തെ പ്രധാന ചിന്താവിഷയം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുറിവേറ്റതുപോലെ, പിതാവ് എന്നെ നിങ്ങൾക്ക് വേണ്ടി മുറിവേൽക്കാൻ അയച്ചതുപോലെ നിങ്ങളും മുറിവേൽക്കാൻ വേണ്ടി അയക്കപ്പെടണം എന്നുള്ളതാണ് പറഞ്ഞത്. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല നമ്മുടെ നിയോഗം, മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്കുവാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ നിയോഗം. അതിനുവേണ്ടി നിങ്ങളെ അയക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മുറിവേൽപ്പിച്ചവരെ വീണ്ടും പോയി മുറിവേൽപ്പിക്കാനുള്ള ഒരു നേതാവായിട്ടല്ല. അങ്ങനെയെങ്കിൽ ആദ്യം പിലാത്തോസിൻ്റെ അടുക്കൽ പോയനമായിരുന്നു, അല്ലെങ്കിൽ യേശുവിനെ ക്രൂശിച്ച അവരുടെ അടുക്കൽ പോയനമായിരുന്നു, തന്നെ മുറിവേൽപ്പിച്ചവരുടെ അടുക്കൽ പോകുമായിരുന്നു. അങ്ങനെയല്ല യേശു ചെയ്തത്. അതുകൊണ്ട് മുറിവുകൾ എപ്പോഴും സൗഖ്യദായകമാണ് എന്നുള്ള സന്ദേശമാണ് യേശു കൊടുത്തത്. ലോകം കണ്ടിട്ടുള്ള സാഹിത്യകാരന്മാരിൽ മഹാനായ ഒരാളാണ് കാൽവിൻ വില്ല എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു കാവ്യത്തിൽ ഒന്നാണ് ദ സിംഗർ, ഗായകൻ എന്ന് പറയുന്ന ഒരു കാവ്യം. ഇതിൻ്റെ ഇതിവൃത്തം നമ്മളെ മനസ്സിലാക്കുമ്പോൾ കഷ്ടതയും മരണവും ഉത്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ശത്രുക്കൾ അദ്ദേഹത്തെ വളരെ ക്രൂരമായി കഷ്ടത്തിലാക്കുകയും അതുവഴി മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ കഥയുടെ പ്രധാനപ്പെട്ട സാരം. എന്നാൽ അതുവഴി ശത്രുക്കളുടെ വിചാരങ്ങൾക്ക് അതീതമായി ഗായകൻ അത്ഭുതമായി ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളതാണ്. മരിച്ച് പുനർജീവൻ പ്രാപിച്ച ഗായകൻ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് പോയി തിരിച്ചു വന്നതിനാൽ അഭൗമികമായ ശക്തികൾക്ക് ഉടയവനായിത്തീരുന്നു എന്നുള്ളതാണ്. ക്രൂശിലെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ മറ്റുള്ള രോഗികളെ സൗഖ്യമാക്കുകയും വലിയ അത്ഭുതങ്ങളും അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. പലരും അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്ന് ആശ്വാസത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി കേഴുകയും അവർക്കെല്ലാം സമാധാനവും സന്തോഷവും രോഗസൗഖ്യവും കൊടുക്കുന്ന ഒരു മനുഷ്യനായിത്തീരുകയാണ്. പക്ഷേ ഇതിന് പിന്നാമ്പുറത്ത് ഒരു കഥയിലെ ഗായകൻ അനുഭവിക്കുന്ന വലിയ വേദനയുണ്ട്. മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്ന ഗായകന് തൻ്റെ മരണനേരത്ത് ശത്രുക്കൾ ഏൽപ്പിച്ച മുറിവുകളെ ഒരിക്കലും സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം രോഗികളെ സൗഖ്യമാക്കാൻ കൈ ഉയരുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ മുറിവിൽ നിന്ന് രക്തം ഇങ്ങനെ പൊടിക്കാറുണ്ട്. ഇത് കണ്ടു നിന്ന ഒരു പെൺകുട്ടി, സൗഖ്യമായ ഒരു പെൺകുട്ടി പറഞ്ഞു, എല്ലാവരെയും താങ്കൾ സൗഖ്യമാക്കുന്നു, പക്ഷേ അങ്ങേക്ക് മാത്രം എന്താണ് ഈ മുറിവുകൾ ഉണങ്ങാത്തതും സൗഖ്യമാക്കാത്തതും എന്ന് ചോദിച്ചു. ഗായകൻ തിരിച്ച് മറുപടി പറഞ്ഞു, ദൈവത്തിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിൻ്റെ തിരുശേഷിപ്പാണിത്. ഈ മുറിവുകൾ ഒരിക്കലും ഉണങ്ങാൻ പാടില്ല. മുറിവേറ്റ കരത്തിനു മാത്രമേ മുറിവുണക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വലിയൊരു സന്ദേശം ഇതിലൂടെ നൽകുകയാണ്. മുറിവേറ്റ കരങ്ങൾക്ക് മാത്രമേ, മുറിവുള്ള കരങ്ങൾക്ക് മാത്രമേ മുറിവേറ്റവനെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. കഷ്ടത അനുഭവിച്ചവർക്ക് മാത്രമേ കഷ്ടതയെക്കുറിച്ച് തിരിച്ചറിവുകൾ ഉണ്ടാകത്തുള്ളൂ. നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ നൊമ്പരങ്ങളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ദാരിദ്ര്യം അനുഭവിച്ചവന് മാത്രമേ ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങൾ അറിയാൻ കഴിയത്തുള്ളൂ. സമ്പന്നൻ ഒരിക്കലും ദരിദ്രനെ കാണാൻ കഴിയാത്തതിൻ്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഞാൻ മുറിവേറ്റതുപോലെ നിങ്ങളും മുറിവേൽക്കാൻ വേണ്ടി പോകണം. ഞാൻ അയക്കപ്പെട്ടതുപോലെ നിങ്ങളും അയക്കപ്പെടുവാൻ, മുറിവേൽക്കപ്പെടുവാൻ നിങ്ങൾ സന്നദ്ധരാകണം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം
ശിഷ്യന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ നിയോഗമാണ്. ഞാൻ ഈ ലോകത്തിൽ നിങ്ങളുടെ ശുശ്രൂഷ ചെയ്തതുപോലെ നിങ്ങളും ശുശ്രൂഷ നിർവഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേറ്റ് മറ്റുള്ളവരുടെ സമാധാനം നൽകുന്ന, മറ്റുള്ളവർക്ക് സ്നേഹം നൽകുന്ന, മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്ന വലിയ ശുശ്രൂഷ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന വലിയ നിയോഗമാണ്. അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം ഈ നിയോഗങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മുറിവേറ്റവനെ മുറിവുണക്കുവാനും മുറിവേൽപ്പിക്കാതെ മുറിവുള്ളവനായി തീരുവാനും ദൈവകൃപ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട്, ക്രിസ്തുവിന് വേണ്ടി പോരാടുന്നവരായിട്ട്, ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുന്നവരായിട്ട് തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിക്കും. അതിന് നമുക്ക് ദൈവത്തിൻ്റെ കൃപ നൽകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സംഗതികളെ ഏറ്റുമെല്ലാം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലൂടെ സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പന്തിയോസ് പിലാത്തോസിനിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരുന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാവമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിൻ്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാവുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമീൻ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിൻ്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുൻപാകെ നീതിയുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഈ വിശുദ്ധമായ ദിനത്തിൽ നമുക്ക് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് അവസരം നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റുപാടുകളും ഉണ്ടായിരിക്കുന്നു, നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നു. പലരും വേർപാടിൻ്റെ ദുഃഖത്തിലും വേദനയിലും കഴിയുന്നു. വളരെ നിരാശാഭരിതമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവേ, മുറിവുകൾ ഏറ്റവനായ കർത്താവ്, മുറിവുകൾ കാണിച്ച് സമാധാനം നൽകിയ കർത്താവ്, ഞങ്ങൾക്ക് നിന്നിലൂടെ സമാധാനം കണ്ടെത്തുവാനും സൗഖ്യം ലഭിക്കുവാനും ദൈവകൃപ പ്രാപിപ്പാനും അടിയങ്ങളെ ഒരുക്കണമേ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കാം. പന്നിമറ്റ ഇടവകയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പലതരത്തിൽ കഷ്ടപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. പ്രത്യേകിച്ച് പലരും രോഗികളായി ഭവനത്തിൽ കഴിയുന്നവരുണ്ട്. അവരെ ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശക്തനാക്കുന്ന ദൈവം, ബലപ്പെടുത്തുന്ന ദൈവം, കരുണ തോന്നുന്ന ദൈവം, കൃപ തോന്നുന്ന ദൈവം, രോഗശമനം നൽകുന്ന ദൈവം ഞങ്ങളുടെ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ദൈവകൃപ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ശാരീരികമായ ക്ഷീണാവസ്ഥയിൽ കോവിഡിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി ഓർക്കാം. അവരെ നീ എത്രയും പെട്ടെന്ന് സൗഖ്യമാക്കണമേ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രായത്തിൻ്റെ അവസ്ഥയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചകളിൽ പിറന്നാൾ ആഘോഷിക്കുന്നവരും
വിവാഹവാർഷികം കൊണ്ടാടുന്നവരെയും പ്രത്യേകമായി ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർക്ക് ദേവാലയത്തിൽ വന്ന് സമർപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും അത് സ്ഥാനങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവകൃപ നിൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മഹായിടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല തരത്തിലുള്ള പ്രയാസങ്ങളോടെ നമ്മുടെ മഹായിടവ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് വിജുവച്ചൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകൻ്റെ നിര്യാണത്തിൽ വേദനപ്പെടുന്ന കുടുംബത്തോടും മഹായിടവികോടും അവിടുന്ന് മനസ്സറിയണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. മാത്യൂസ് പ്യൂമനച്ചന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സിബി അച്ഛനെ പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇരുവരും ശാരീരികമായ ക്ഷീണാവസ്ഥയിൽ ആശുപത്രിയിലും ഭവനത്തിലും കഴിയുന്നു. കർത്താവ് നിൻ്റെ മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പല അച്ഛന്മാർക്കും അതുപോലെ തന്നെ ശുശ്രൂഷകർക്കും ശാരീരികമായ ക്ഷീണാവസ്ഥയിലിരിക്കുന്നു. ജനങ്ങളിൽ പലരും ശാരീരികമായ ക്ഷീണാവസ്ഥയിലിരിക്കുന്നു. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും ഓർക്കാം. കോവിഡിൻ്റെ ഭാരത്താൽ അനേക ആളുകൾ മരണപ്പെടുന്നു. ദൈവമേ, ശ്വസിക്കാൻ പോലും കഴിയാതെ മരണപ്പെടുന്ന അനേക ആളുകൾ ഞങ്ങളുടെ ചുറ്റുപാടുകളുമുണ്ട്. അത്തരത്തിലുള്ള ജീവിതത്തിൻ്റെ നടുവിൽ കർത്താവെ, ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നും കഴിയുന്നില്ല. സഹായിപ്പാൻ ഞങ്ങളുടെ കരങ്ങളെ ഒരുക്കണമേ. മറ്റുള്ളവരെ കാണുവാനും മറ്റുള്ളവരുടെ വേദനകളിൽ സഹതാപം തോന്നുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ദൈവകൃപ നാളുകൾ അധികമായി ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ഓർക്കാം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ ഈ നാളുകളിൽ എല്ലാവരുടെ മേലൂടെ നിന്ന് ചൊരിയണമേ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സകലകരുണയുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിലും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിലും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാടുകളൊക്കെയും വിശുദ്ധിയോട് നീതിയോട് നിൻപാ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിൽ കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണകളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം കൃപാരുളേണമേ. ആമീൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്നുവെല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടത നിങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ വെച്ച് ആരാധനകൾ ശ്രമിക്കുകയാണല്ലോ. നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിന് കുറവുകൾ ഉണ്ടാകാതെ വണ്ണം പ്രാർത്ഥനയോടും വേദപുസ്തകത്തിൻ്റെ വചനത്തിൻ്റെ ബലത്തോടും കൂടെ ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിപ്പാനുള്ള ദൈവകൃപ വിശ്വാസമൂഹങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധന ഇങ്ങനെ ക്രമീകരിപ്പാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന റേ മാത്യുവിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ആരാധനകൾ നടക്കുന്നില്ല എങ്കിലും സൺഡേ സ്കൂളിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈനിലുണ്ടല്ലോ. കൃത്യസമയത്ത് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ ഇരുത്തുന്നതിനും അവരെ പഠിപ്പിക്കുന്നതിനും വേണ്ട ശ്രദ്ധ ചെലുത്തണം. നമ്മുടെ ഭവനങ്ങളിലെ പല ആളുകൾക്കും കോവിഡിൻ്റെ പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. സാമ്പത്തികമായ ഞെരുക്കമുള്ളവർ നമ്മുടെ പള്ളികളിൽ തന്നെ ഉണ്ട്. അവരെ നമുക്ക് സഹായിക്കണം. നമ്മൾ പ്രത്യേകം അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കണം. നമ്മുടെ സഭാജനങ്ങൾ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലുള്ളവരെയും ശുശ്രൂഷിക്കുകയും അവരെ കരുതുകയും ചെയ്യേണ്ടുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കരുതൽ സഭയുടെ പൊതുവായിട്ടുള്ളൊരു ശുശ്രൂഷയായിട്ട് കരുതി ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുവാൻ ഇന്ന് ആളുകൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചയിലും ഇതുപോലെ ആരാധന ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ദിവസങ്ങൾ സർക്കാരുകളുടെ നിയമമനുസരിച്ച് ക്രമീകരണമനുസരിച്ച് ആരാധനയുടെ പുനഃക്രമീകരണത്തെക്കുറിച്ച് അറിയിക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവോട് കൂടെയും. നമുക്ക് സമാധാനത്തോടു കൂടെ ഇരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.